Welcome to Flavors of India. നമ്മളിപ്പോൾ ഉദയ്പൂരിൻ്റെ വിശേഷങ്ങൾ കണ്ടു നടക്കുകയാണ്. ഇവിടെ ഒരുപാട് പാലസസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അത്തരം ഒരു പാലസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പാലസിൻ്റെ ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ കൊട്ടാരം ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ മൺസൂൺ പാലസ്. മഴ കാണാനായിട്ട് മഹാരാജാക്കന്മാർക്ക് താമസിക്കാനൊരു കൊട്ടാരം സങ്കല്പിച്ച് നോക്കൂ ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു മൗണ്ടൻ ടോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി പോയിൻ്റാണ്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടിയാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ നായാടാനും പിന്നെന്താ മഴ ആസ്വദിക്കാനുമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശം. വൈൽഡ് ലൈഫ് സാങ്ച്വറി സാജൻഗഡ് ഉദയ്പൂർ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടി ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലൂടെ നമ്മൾ കാറ് പോയിട്ട് കുറേ ദൂരെ പോയിട്ട് ഇങ്ങനെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ പോകണം. ഏറ്റവും ഹൈറ്റ്സുള്ളൊരു സ്ഥലത്താണ് ആ കൊട്ടാരം നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ഉദയ്പൂർ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് അകത്ത് കയറാനായിട്ട്. അവിടുന്ന് ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് വാഹനത്തിന് പൈസ കൊടുക്കണം, ആളിന് പൈസ കൊടുക്കണം, ക്യാമറയ്ക്കും പൈസ കൊടുക്കണം. ഒക്കെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ആറവല്ലി ഹിൽസിൻ്റെ മുകളിലേക്ക് പോവാണ്. ആറവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് ചുറ്റും ഈ ഉദയപൂരിൻ്റെ ചുറ്റും കാണുന്നത്. അപ്പോൾ അത്തരം ഒരു ഈ മൗണ്ടൻ റേഞ്ച് എന്ന് പറയുമ്പോൾ മലമുകളിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ആറവല്ലി മലനിരകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ടാണ് ഈ മൺസൂൺ പാലസ് ഉള്ളത്. നമ്മളിങ്ങനെ ഹെയർ പിൻ കർവ്സ് കയറി ആ ഒരു എന്താ പറയുക വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലൂടെ സഞ്ചരിച്ച ധാരാളം വന്യമൃഗങ്ങളൊക്കെ ഉള്ള സാങ്ച്വറി തന്നെയാണ്. പക്ഷെ അത് ഉള്ളിലേക്കാണ്. ഇതിപ്പോൾ ആൾക്കാർക്ക് പോകാനായിട്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹെയർ പിൻ കർവ്സ് കയറി മുകളിലേക്ക് പോകുന്നു. 11 ഹെയർ പിൻ കർവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ഗ്രീനറിയാണ് ഇപ്പോൾ. ഇവിടെ നിന്നിങ്ങനെ നമ്മൾ കയറ്റം കയറി മുകളിൽ പോകുമ്പോൾ താഴേക്കുള്ള വ്യൂ അതിമനോഹരം. മൺസൂൺ പാലസ് മഴ കാണാൻ പോകുന്നു. പക്ഷേ നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്യും. മഴ പെയ്താൽ ഷൂട്ടിന് നല്ലതല്ല. എങ്കിലും മൺസൂൺ പാലസിൽ നിന്ന് മഴ കാണാനുള്ളൊരു ആഗ്രഹം. ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂവും കണ്ടു കിടന്നുണ്ട്. മുകളിലേക്കുള്ള കയറ്റം കയറുന്നതിനനുസരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ആ വൈൻഡിങ് റോഡ്സിലൂടെ സഞ്ചരിച്ച് മുകളിലെത്തിയിരിക്കുവാണ്. ഇനി ഇച്ചിരി നടന്ന് പടി കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളുടെ മനോഹരമായ കൊട്ടാരത്തിലേക്ക് എത്തും. മൺസൂൺ പാലസ് ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണിത്. ഇത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇവിടെ എന്തൊരു പച്ചപ്പാന്ന് നോക്കി. അതെല്ലാം ആരവല്ലി മലനിരകളെല്ലാം നല്ല ഗ്രീനായിട്ട് കിടക്കുന്നത്. ഇത് ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാര്യം കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. സെപ്റ്റംബർ അവിടെ സീസൺ തുടങ്ങുന്ന മാസമാണ്. കാര്യം മഴയെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു സമയം. മൺസൂൺ കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും പച്ചപ്പാണ്. ഒരുപാട് ചെടികളും പുല്ലുകളും ഒക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആ ഒരു വരൾച്ച കഴിഞ്ഞിട്ട് ഭൂമിക്കൊരു ഭയങ്കരമായ ഒരു റിലീഫാണ്. വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ മൺസൂൺ റെയിൻസ് എല്ലാം കഴിഞ്ഞ് പുതിയ ജീവൻ്റെ തുടിപ്പുകൾ വരുന്നൊരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രഷ്നെസ് തോന്നുന്നത്. ആഹാ, ഇവിടെ വൈൽഡ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 കുരങ്ങന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എവിടെയാണ് ഈ വൈൽഡ് ലൈഫ്? ഇതാണ് നമ്മളുടെ വൈൽഡ് ലൈഫ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുരങ്ങന്മാർ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. ബിസ്ക്കറ്റെല്ലാം കിട്ടിയ സന്തോഷത്തിലാണ്. ഡേഞ്ചറസ് അല്ല തോന്നുന്നു. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഉള്ളിലേക്ക് സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഈ വനാന്തരങ്ങളിലെല്ലാം തന്നെ പിന്നെ ലെപ്പേർഡ്സ് ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിങ്ങനെ പുറത്തേക്ക് വരില്ല. കുരങ്ങന്മാരാകുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരും. അതാണ് കുരങ്ങിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഈ പടികൾ കയറി നമുക്ക് മുകളിലേക്ക് പാലസിൻ്റെ ഭാഗത്തേക്ക് പോകാം.
അങ്ങനെ നമ്മളുടെ മൺസൂൺ പാലസിലേക്കുള്ള എൻട്രിയാണിത്. ഇതിങ്ങനെ ഡ്രൈവ് വേ പോലെയാണ് നടന്ന് നേരെ ചെല്ലുന്നത് പാലസിൻ്റെ മുൻവശത്തേക്ക്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഉദയ്പൂർ എന്നുള്ള ഈ മനോഹരമായ റൊമാൻറ്റിക് സിറ്റി കാണാൻ സാധിക്കും. സിറ്റിക്ക് ഒരുപാട് പേരുകളുണ്ട്, റൊമാൻറ്റിക് സിറ്റി മാത്രമല്ല ഇത്, വേറെയും പേരുകളുണ്ട്. കണ്ടു തുടങ്ങി.